അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസ് എടുത്ത് ദേഷ്യത്തോടെ താഴേക്ക് അടിച്ചിരുന്നു അവൾ. വലിയൊരു ശബ്ദം കേട്ട് രണ്ടുപേരും കണ്ണു തുറന്നു നോക്കി. മുൻപിൽ നിൽക്കുന്ന സാറയെ കണ്ടതും ഒരു നിമിഷം സെബാസ്റ്റ്യൻ ഒന്ന് പതറിപ്പോയിരുന്നു. ആ സ്ത്രീയുടെ മുഖത്തും വല്ലാത്തൊരു നാണക്കേടുണ്ട്. രണ്ടുപേരും പൂർണ്ണ നഗ്നരാണെന്ന് അവളൊരു അറപ്പോടെ രണ്ടുപേരെയും ഒന്ന് നോക്കിയിരുന്നു. ആദ്യമുണ്ടായ ഒരു പതർച്ച മാറ്റിവെച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ വേഗം എഴുന്നേറ്റു. തറയിൽ കിടന്നിരുന്ന മുണ്ടെടുത്തു. അതിനുശേഷം ബെഡ്ഷീറ്റ് എടുത്ത് അവർക്ക് നേരെ നീട്ടി അവർ തന്നെ ശരീരം പുതയ്ക്കുകയും ചെയ്തിരുന്നു. സെബാസ്റ്റ്യൻ അവൾക്ക് നേരെ നടന്നു വന്നുകൊണ്ട് അവളോട് പറഞ്ഞു, എനിക്ക് വേണ്ടതൊന്നും നീ തരാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഛേ! അറപ്പോടെ അവൾ മുഖം വെട്ടിച്ച് കളഞ്ഞു. ആ നിമിഷം അവൾക്ക് സങ്കടം തോന്നിയത് അവൻ്റെ അപ്പനോടാണ്, അയാളെ പറ്റിക്കുന്ന സ്ത്രീയോട്. അവരെ കണ്ടപ്പോഴാണ് അവൾക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നിയത്. അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതിന് ശേഷം ഒന്നും മിണ്ടാതെ അവൾ വേഗം കുഞ്ഞുമായി ആ വീടിൻ്റെ പടിയിറങ്ങിയിരുന്നു. സെബാസ്റ്റ്യൻ തിരിച്ചു വിളിച്ചെങ്കിലും അവൾ നിന്നില്ല. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ എവിടേക്ക് പോകുമെന്നോ തൻ്റെ ജീവിതം ഇനി എന്താകുമെന്നോ ഒന്നും അറിയില്ല. പക്ഷേ സ്വന്തം അമ്മയെപ്പോലെ കാണേണ്ട ഒരു സ്ത്രീയുടെ ശരീരം ഭോഗിച്ച ഒരുവനൊപ്പം ഇനിയൊരു ജീവിതം അത് അസാധ്യമാണ്. നാളെ തൻ്റെ മകളോടും ഇതേ ചിന്ത തന്നെ അയാൾ കാണിക്കും. അത് സാറയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു തെറ്റ്. ഒരു വിധത്തിൽ കയ്യിലുണ്ടായിരുന്ന ബാക്കി പണവുമായി അവൾ വീട്ടിലേക്ക് ചെന്നു. പോയിട്ട് ഒരാഴ്ച പോലും ആവാത്ത മകൾ തിരികെ വന്നത് കണ്ട് ശോശന്യ ഒന്ന് പതറി. അവളുടെ മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും എന്തോ പന്തികേട് തോന്നിയിരുന്നു. അവർ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നതാടി പെട്ടെന്ന് പിന്നെയും തിരിച്ചു വന്നത്? അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയവർ പിന്നെ സംഭരിച്ച ധൈര്യം മുഴുവൻ വേഗം ചോർന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കരഞ്ഞു കളഞ്ഞു. ഉറക്കെ ഉറക്കെ കരഞ്ഞു. തൻ്റെ നഷ്ടങ്ങളെയെല്ലാം ഓർമ്മിച്ച് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിൽ എപ്പോഴോ താൻ കണ്ട ദൃശ്യത്തെക്കുറിച്ചും അവരോട് പറഞ്ഞു. ആ നിമിഷം അവരും ഒന്ന് അമ്പരന്ന് പോയിരുന്നു. അങ്ങനെ ഒരുവനാണ് സെബാസ്റ്റ്യൻ എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വൈകിട്ട് ആൻഡ്രൂസ് വന്നപ്പോൾ ഈ വിവരം ശോശന പറഞ്ഞു. ഗൗരവമായി തന്നെ വിളിച്ചു ചോദിക്കാം എന്നും ഇനി അത് ആവർത്തിക്കാതെ നോക്കാമെന്നുമായിരുന്നു ആൻഡ്രൂസിൻ്റെ മറുപടി. ആ തണുത്ത മനോഭാവം കണ്ട് അവർക്ക് അമ്പരപ്പ് തോന്നിയിരുന്നു. എന്നാൽ സാറയ്ക്ക് അത്ര വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവൻ ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ തിരികെ പോകാൻ പറയുമെന്നായിരുന്നു അവൾ വിചാരിച്ചത്. ആ സ്ഥാനത്ത് അവനെ വിളിച്ചു ചോദിക്കാം എന്നെങ്കിലും പറഞ്ഞല്ലോ എന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവളുടെ മുഖത്തേക്ക് തന്നെ ശോശനെ ഒന്ന് നോക്കി. അത് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവളൊന്നും പറഞ്ഞില്ല. ഞാനിനി അങ്ങോട്ട് പോവില്ല, അവൾ തീർത്തു പറഞ്ഞു. ആ നിമിഷം മുഖമുയർത്തി ആൻഡ്രൂസ് അവളെ നോക്കി. അതെന്താ? ഇതൊക്കെ ആണുങ്ങളെല്ലാവരും ചെയ്യുന്ന തെറ്റാ. അതിൻ്റെ പേരിൽ നീ ഇങ്ങനെ വലിയ തീരുമാനമൊന്നും എടുക്കേണ്ട കാര്യമില്ല. അവൻ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഏതായാലും നിൻ്റെ കൂടെ വരാം. അവനോട് കാര്യമായിട്ട് തന്നെ സംസാരിക്കാം. വേണ്ട, എന്തു വന്നാലും ഞാനിനി ഇതിന് സമ്മതിക്കില്ല. എന്നെയും കൊണ്ട് എല്ലാ ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ലേ? ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ അലക്സാണ്ടർ മുതലാളി ഇനി ഒരു പ്രശ്നത്തിനും വരില്ല. തന്ന കാശ് തിരിച്ചു ചോദിക്കില്ല. ഒരു കുഞ്ഞും കൂടെയുള്ള എന്നെ അയാളുടെ മകൻ ഇനി ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്കാർക്കും ഞാനൊരു നഷ്ടക്കച്ചവടമാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ പോയാലും ഇല്ലെങ്കിലും ഈ കണ്ടതൊന്നും ആരും തിരിച്ചെടുക്കാൻ പോകുന്നില്ല. അവളൊരു പുച്ഛത്തോടെ പറഞ്ഞതും ആൻഡ്രൂസിന് ദേഷ്യം വന്നിരുന്നു. അവൻ ദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നു. എന്താടി നീ ഉദ്ദേശിക്കുന്നത്? കൈ പൊക്കിക്കൊണ്ട് അവളുടെ മുഖത്തടിക്കുവാനായി അവൻ കൈവീശിയതും തീക്ഷ്ണമായൊരു നോട്ടം അവന് നേരെ അവൾ എറിഞ്ഞു. ആ നോട്ടത്തിൽ അവൻ ശരിക്കും ഒന്ന് ഭയന്നു പോയിരുന്നു. എൻ്റെ ശരീരത്തിൽ തൊട്ടുപോയേക്കരുത്. നിങ്ങളൊക്കെ ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. അന്നൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടു. പക്ഷെ ഇന്ന് എൻ്റെ മോൾക്ക് വേണ്ടി എനിക്ക് ജീവിച്ചേ പറ്റൂ. പക്ഷെ അയാളെപ്പോലെ ഒരു ആഭാസനൊപ്പം ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. അവനോടൊപ്പം ജീവിക്കാൻ മനസ്സില്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോടി. ഇവിടെ പറ്റില്ല. ഇങ്ങനെ കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്ന് നിൽക്കാൻ ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. എവിടെ പോകാൻ? ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വേറെ എവിടേക്കാണ് പോകുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തു വന്നാലും ഞാൻ ഇനി ആ ജീവിതം തിരഞ്ഞെടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു വിടാമെന്ന് ആരും വിചാരിക്കേണ്ട.
പിന്നെ ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറാം. ഈ വീട്ടിൽ താമസിക്കാൻ എന്നോളം അർഹത മറ്റാർക്കുമില്ല. ഇതെൻ്റെ വീടാണ്. ഞാൻ എൻ്റെ ജീവിതം ദാനം ചെയ്ത് നിങ്ങൾക്കൊക്കെ വാങ്ങിത്തന്ന എൻ്റെ വീട്. ഇനി ഇക്കാര്യം ആരും എന്നോട് പറയണ്ട. അത്രയും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവൾ മുറിക്കുള്ളിലേക്ക് പോയി വാതിലടച്ചു. അവളുടെ മട്ടും മാതിരിയും ഒക്കെ കണ്ടതും ശോശൻ്റെയും ആൻഡ്രൂസും ഒരേപോലെ അമ്പരന്ന് പോയിരുന്നു. ഇങ്ങനെയൊരു ഭാവത്തിൽ അവളേതാദ്യമായി കാണുകയാണ്. ഇന്നോളം എന്തു പറഞ്ഞാലും കേൾക്കുന്നൊരുത്തി. അങ്ങനെയൊരു പെണ്ണായിരുന്നു അവൾ. ഇന്നിതാ അവൾ തിരിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ്രൂസിന് വിറഞ്ഞു കയറി. കാര്യം അവൾ കാരണമാണ് ഈ വീടൊക്കെ ഉണ്ടായത്. പക്ഷെ അവൾ അവകാശം പറയാൻ വന്നാൽ അതങ്ങനെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന്. ദേഷ്യത്തോടെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി. പിറ്റേന്ന് തന്നെ സെബാസ്റ്റ്യനെ കാണുവാൻ ആൻഡ്രൂസ് ചെന്നിരുന്നു. അവൻ്റെ കുഞ്ഞിനെ പിടിച്ച് നല്ല 2 ഇടിയും കൊടുത്തു. ദേഷ്യത്തോടെ ആൻഡ്രൂസിൻ്റെ മുഖത്തേക്ക് തന്നെ അവനൊന്ന് നോക്കി. നിന്റെ പെങ്ങൾ നിനക്കാവശ്യമുള്ളതൊന്നും തരാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു സുഖം തേടിപ്പോയതെന്ന് അവൻ പറഞ്ഞ നിമിഷം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അവനും. ആകപ്പാടെ ദേഷ്യപ്പെട്ടാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. അവളെ നിർബന്ധിച്ച് അവിടുന്ന് പറഞ്ഞുവിടാനും സാധിക്കാത്തൊരവസ്ഥ. ഇതിനിടയിൽ പല മധ്യസ്ഥ ചർച്ചകളും നടന്നു. സെബാസ്റ്റ്യൻ്റെ അപ്പം അടക്കം വന്ന് എല്ലാം ക്ഷമിക്കണമെന്നും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നും പറഞ്ഞെങ്കിലും അവൾ പോകാൻ തയ്യാറായില്ല. അതിന് കാരണം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവളുടെ കുഞ്ഞ്. ആ കുഞ്ഞിനെ അവൾക്ക് നന്നായി വളർത്തണമായിരുന്നു. സെബാസ്റ്റ്യനൊപ്പം നിന്നാൽ ഒരിക്കലും അത് സാധിക്കില്ലെന്ന് മറ്റാരേക്കാളും നന്നായി അവൾക്കറിയാം. വീട്ടിൽ അവൾ നിൽക്കുന്നതിൽ ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരോളത്തിന് ജീവിതം മുന്നോട്ട് പോയി. എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പലരും പലതും പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവൾക്കും സാധിക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ താനൊരു അധികപ്പറ്റാണെന്നും അപ്പച്ചനൊഴികെ മറ്റാർക്കും തന്നെ ഇഷ്ടമല്ലെന്നുമുള്ള സത്യം സാറയ്ക്ക് നന്നായി അറിയാം. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിനിടയിലാണ് ആൻഡ്രൂസ് ഒരു പെൺകൊച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നത്. അവിടെ ഒരു ബസ് മുതലാളിയുടെ മകളാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതാണ്. ആ പെൺകുട്ടി കൂടി ആ വീട്ടിലേക്ക് വന്നതോടെ സാറയുടെ ജീവിതം ഏകദേശം തീരുമാനമായിരുന്നു. അവൾക്ക് സാറ ചെയ്യുന്നതെല്ലാം കുറ്റമാണ്. വീട്ടിൽ വന്ന് നിൽക്കുന്ന ഭർത്താവിൻ്റെ അനുജത്തി. അങ്ങനെയാണ് സാറയും കുഞ്ഞിനെയും അവൾ കണ്ടത്. ഒട്ടും തന്നെ സാറയോട് താല്പര്യം കാണിച്ചിരുന്നില്ല. അവളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് മറ്റാരേക്കാളും നന്നായി സാറയ്ക്കറിയാം. കുറച്ചു കാലം വീട്ടുകാരെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്നത്. അല്ലാതെ ആ വീട് അവൾക്കും ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എവിടെ ജോലിക്ക് പോകും? +2 പോലും പാസ്സായിട്ടില്ലാത്തവൾക്ക് ആര് ജോലി തരും? അങ്ങനെയൊരു ചിന്ത മനസ്സിൽ ഉദിച്ചു. പെയിൻറ്റിങ്. ആ സമയം കൊണ്ട് തൻ്റെ ആ പഴയ കഴിവ് അവൾ പൊടി തട്ടി എടുത്തിരുന്നു. പണ്ട് ആദം വാങ്ങിത്തന്ന പല ചായക്കൂട്ടുകളും കൊണ്ട് പല തരത്തിലുമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചിരുന്നു. ഫോണിൽ നോക്കി, യൂട്യൂബും മറ്റും നോക്കി ഗ്ലാസ് പെയിൻറ്റിങ്ങും മറ്റും എംബ്രോയ്ഡറിയും ചെയ്യാൻ പഠിച്ചു. അതെല്ലാം അവൾ പഠിച്ചെടുത്തു. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി ചില വർക്കുകൾ ഒക്കെ ചെയ്തു. പരിചയമുള്ള 2-3 ഗിഫ്റ്റ് ഷോപ്പുകളിൽ കൊണ്ടുപോയി കാണിച്ച് വർക്കുകൾ എടുക്കാമെന്നും വീട്ടിലിരുന്ന് ചെയ്താൽ മതിയെന്നും അവർ പറഞ്ഞു. ചെറിയ ചെറിയ വരുമാനം കിട്ടിത്തുടങ്ങി. ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ആളും വാങ്ങാമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ വീണ്ടും 2 തവണ സെബാസ്റ്റ്യൻ വന്നിരുന്നു. തൻ്റെ മുൻപിൽ നല്ല പിള്ള ചമഞ്ഞ് മദ്യപിക്കാതെ വീണ്ടും ഒരു ജീവിതത്തിൽ ക്ഷണിച്ചു. അപ്പോഴും ആദത്തിൻ്റെ വാക്കുകളാണ് അവളുടെ മനസ്സിൽ ഓർമ്മ വന്നിരുന്നത്. ഒട്ടും നമുക്ക് പറ്റാത്ത ജീവിതത്തിൽ നിന്നും ധൈര്യത്തോടെ തിരിച്ചിറങ്ങി വരണമെന്ന്. ഒരിക്കൽ അവൻ പറഞ്ഞ വാക്കുകൾ ഇനിയും സഹിക്കാൻ വയ്യ. ഒരു അന്യ സ്ത്രീക്കൊപ്പമായിരുന്നു അവനെ അങ്ങനെ കണ്ടിരുന്നതെങ്കിൽ പോലും താൻ ചിലപ്പോൾ എല്ലാം മറന്ന് അവനോടൊപ്പം പോയേനെ. പക്ഷേ സ്വന്തം അമ്മയെപ്പോലെ കരുതേണ്ട ഒരാൾ, അതിൽ നിന്ന് തന്നെ അമ്മയെയും പെങ്ങളെയും മകളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് അവനില്ല എന്ന് ഏകദേശം വ്യക്തമായി.
അങ്ങനെയുള്ളിടത്തേക്ക് പോയി ഇനിയും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നത് ഒരു സത്യം തന്നെയാണ്. ആൻഡ്രൂസിൻ്റെ ഭാര്യ നീനയുടെ ഭരണം വല്ലാതെ വർദ്ധിച്ചു വന്ന ഒരു സമയത്താണ് മോളെയും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങാമെന്ന് കരുതിയത്. അപ്പോഴും എങ്ങോട്ട് പോകും എന്ന് അവൾക്കറിയില്ലായിരുന്നു. ഫോണിൽ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരാൾ ലിസയാൻഡിയാണ്, അമ്മച്ചിയുടെ അനിയത്തി. ഒരിക്കൽ ഫോൺ വിളിച്ചപ്പോൾ അവരോട് തൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പ്രായം ഏറിയിരിക്കുകയാണ്, അവരും അവിടെ ഒറ്റയ്ക്കാണ്, മക്കളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ലിസയാൻഡിയുടെ അരികിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. ആൻറ്റിക്ക് വലിയ ഇഷ്ടമാണ് മോളെ. അതുകൊണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുന്ന സമയമായി. ആ സമയത്ത് ആൻറ്റി തന്നെയാണ് പറഞ്ഞത്, എവിടെയെങ്കിലും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാൻ, വല്ല ബില്ലിങ്ങെങ്കിലും പഠിച്ചെടുത്താൽ ജോലി കിട്ടുമല്ലോ എന്ന്. 1 മാസം കൊണ്ട് അത് പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി മോളെ നോക്കിക്കോളാമെന്ന് സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് മെല്ലെ അവിടെ അടുത്തുള്ളൊരു അക്ഷയ സെൻറ്ററിൽ പോയി ബില്ലിങ് പതുക്കെ പഠിക്കാൻ തുടങ്ങിയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുകയും ചെയ്തു. പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ ടൗണിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിങ്ങിൽ ബില്ലിങ്ങിന് ആളെ വേണമെന്ന് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യുവാനും അവിടുത്തെ സാറ് പറഞ്ഞു. അങ്ങനെ അതെല്ലാം അപ്ലൈ ചെയ്തു. ഇവിടെ നിന്നും ദൂരേക്ക് പോകുവാൻ അധിക ദൂരമില്ല, ബസ്സിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് തന്നെ ജോലി ചെയ്യാമെന്ന് ഉറപ്പിച്ചിരുന്നപ്പോഴാണ് വീണ്ടും മനസ്സിനെ വേദനിപ്പിക്കുന്ന മറ്റൊരു സംഭവം എത്തിയത്. ആൻറ്റി ഒരിക്കൽ അപ്പുറത്തെ വീട്ടിൽ സംസാരിക്കാൻ പോയതായിരുന്നു. താനാണെങ്കിൽ കുളി കഴിഞ്ഞിറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് മുന്നിൽ ഒരു വശപിശക നോട്ടത്തോടെ ആൻറ്റിയുടെ ഭർത്താവ് സാബു അങ്കിൾ നിൽക്കുന്നത് കണ്ടത്. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും പുള്ളിയുടെ നോട്ടവും എന്തോ പന്തികേട് തോന്നിയിരുന്നു. ഞാനൊരു ചായ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നോക്കിയതാ. ആകെപ്പാടെ ഒഴിഞ്ഞുകൊണ്ടാണ് ആള് പറയുന്നത്. ഞാനിപ്പോൾ ചായ എടുത്തുകൊണ്ട് വരാം അങ്കിളെ. അത്രയും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയതും പെട്ടെന്ന് പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു. തൊട്ടരികിൽ അങ്കിളിനെ കണ്ടതും ഞെട്ടിപ്പോയിരുന്നു. തൻ്റെ അപ്പച്ചൻ്റെ പ്രായമുണ്ട്. മോള് പേടിക്കണ്ട, അങ്കിള് മോളോടൊന്ന് സംസാരിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. ആള് തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതെ തന്നെ പറഞ്ഞു, അങ്കിൾ ഒത്തിരി നീങ്ങി നിൽക്ക്. അതെന്നാത്തിനാ കൊച്ചേ? ഞാൻ നിൻ്റെ അടുത്തൊന്ന് നിന്നൂന്നും പറഞ്ഞ് ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിക്കാനാ? ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും വേറെ ആരും അറിയത്തില്ല. ഈ വീട് ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. ലിസയുടെ സ്വർണം പോലും എടുത്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. നീ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല. ഞാനത് ലിസിയോട് പറയുകയും ചെയ്തതാണ്. നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ആദ്യം ലിസി എന്നോടാ ചോദിച്ചത്. ഞാൻ സമ്മതിച്ചിട്ടാ നീ ഇങ്ങോട്ട് വന്നത്. എത്ര കാലം വേണമെങ്കിലും നിന്നു, ആരും ഒന്നും പറയത്തില്ല. പിന്നെ ആരും അറിയാതെ ചില കാര്യങ്ങളൊക്കെ നീ അങ്ങ് കണ്ണടച്ചാൽ മതി. അതുകൊണ്ട് നിനക്കും ദോഷമൊന്നും ഉണ്ടാവില്ല. ചെറുപ്രായമല്ലേ, എത്രയൊന്നും കണ്ട നീ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അവൾക്ക് ഒന്നിനും താല്പര്യവുമില്ല. എനിക്കൊന്നിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കും നിനക്കും ആവശ്യം ഒന്ന് തന്നെയല്ലേ? പ്രായമൊക്കെ ഇതിൽ ആര് നോക്കുന്നു? ഒരു വശപിശക നോട്ടത്തോടെ അയാളത് പറഞ്ഞപ്പോൾ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. സ്വന്തം അപ്പച്ചൻ്റെ സ്ഥാനത്ത് കണ്ട മനുഷ്യനാണ്. ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്തിനെയൊക്കെ നേരിടേണ്ടി വരുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന അയാളുടെ ആ വാക്കുകൾ. അത് തകർത്ത് കളഞ്ഞിരുന്നു സാറയെ. അവൾ ഒരിക്കലും
പ്രതീക്ഷിക്കാത്തതായിരുന്നു ആ വാക്കുകൾ. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എനിക്ക് വഴങ്ങിത്തരണം എന്ന് അയാൾ പറയാതെ പറയുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദം അടിച്ച് കേട്ടു. ആൻറ്റി വന്നുവെന്ന് മനസ്സിലായി. ആ നിമിഷം വല്ലാത്തൊരു സമാധാനമാണ് അവൾക്ക് തോന്നിയത്. പിന്നെ ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ തോന്നിയില്ല. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാനും പറ്റില്ലല്ലോ. എന്താ ചെയ്യുന്നത്? അങ്ങനെ അവസാനം അമ്മച്ചിയെ വിളിച്ച് 2 സ്വർണവള പണയം വയ്ക്കാൻ തരണമെന്ന് പറഞ്ഞു. തരാൻ പറ്റില്ല എന്ന് അമ്മച്ചി പറയില്ല എന്നുള്ളത് തന്നെയാണ് ധൈര്യം. കാരണം ഇന്നവർ അനുഭവിക്കുന്ന ജീവിതം താൻ കൊടുത്ത ദാനമാണെന്ന് മറ്റാരേക്കാളും നന്നായി അമ്മച്ചിക്കറിയാം. പ്രതീക്ഷിച്ചതുപോലെ അമ്മച്ചി മറുത്തൊന്നും പറഞ്ഞില്ല. വള തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അതുകൊണ്ട് പിറ്റേന്ന് തന്നെ പണയം വെച്ച് തൻ്റെ കൂടെ പഠിക്കുവാൻ വരുന്ന സെൻറ്ററിലെ ചേച്ചിയുമായി നല്ല പരിചയത്തിലായിരുന്നു. ആ ചേച്ചി വഴി ഒരു വീട് വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിച്ചു. ജോലി പറഞ്ഞു വെച്ച ആ സൂപ്പർ മാർക്കറ്റിൻ്റെ അരികിൽ തന്നെ എടുക്കാമെന്ന് ചേച്ചി പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിലെ ജോലി എങ്ങനെയും എനിക്ക് വാങ്ങിത്തരാം എന്നും പറഞ്ഞു. ജീവിതത്തിൽ പുതിയ പ്രതീക്ഷ മിന്നി നിൽക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഇതിനിടയിൽ താൻ പഠിക്കുന്നിടത്തുമൊക്കെ വന്ന് കുടിച്ചും അല്ലാതെയും പ്രശ്നമുണ്ടാക്കുന്നത് സെബാസ്റ്റ്യൻ്റെ പതിവായിരുന്നു. ഒരിക്കൽ ശ്യാമചേച്ചിയാണ് പറഞ്ഞത് പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കണം എന്ന്. എപ്പോഴും അത് ഗൗരവമായി എടുത്തിട്ടില്ല. വീട്ടിൽ നിന്നും പോകുന്നത് എന്താണ് എന്ന് പാലകുറി ലിസി ആൻറ്റി ചോദിച്ചു. അപ്പോഴും മറുപടി പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിൻ്റെ അരികിൽ തന്നെയാണ് വീട്, അവിടെ താമസിക്കുന്നതാണ് എളുപ്പമെന്നാണ്. വാടകയും ശമ്പളവും ഒന്നിനും തികയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞൊഴിഞ്ഞു. അത്ര വലിയ ശമ്പളമൊന്നും അവിടെ കിട്ടുമായിരുന്നില്ല. ആകെ 15,000 രൂപയാണ് അവർ പറഞ്ഞത്. അതും ശ്യാമചേച്ചി 12,000 രൂപയ്ക്ക് പറ്റില്ല എന്ന് നിർബന്ധിച്ചത് കൊണ്ട്. തൻ്റെ അവസ്ഥകളൊക്കെ ശ്യാമചേച്ചി പറഞ്ഞപ്പോൾ 15 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുഞ്ഞു വീടെടുത്തു. 4,000 രൂപ വാടകയ്ക്ക്. ഒരു മുറിയും അടുക്കളയും അങ്ങനെ ഹോളും എല്ലാം നിറഞ്ഞൊരു കുഞ്ഞു ഓടിട്ട വീട്. ഇൻറ്റീരിയർ ഡിസൈനർ ഇടയ്ക്കിടെ ഗ്ലാസ് പെയിൻറ്റിങ് വർക്ക് തരും. മാസത്തിൽ ഒരു 4 വർക്കെങ്കിലും കിട്ടും. അതിൽ നിന്നും അത്യാവശ്യം തുകയൊക്കെ കിട്ടും. മതി, ഞങ്ങൾക്ക് 2 പേർക്കും അത് മതിയല്ലോ. അവിടെ വന്ന് സെബാസ്റ്റ്യൻ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭയമുണ്ടെങ്കിലും ശ്യാമചേച്ചി അരികിലുള്ളതൊരു സമാധാനമാണ്. ആളുടെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശ്യാമചേച്ചിക്ക് ഭർത്താവിനെക്കുറിച്ച് പറയാൻ വലിയ നാവുമാണ്. പക്ഷെ തനിക്കെന്തോ പുരുഷന്മാരെ കാണുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു ഭയമാണ്. ഉള്ളിൽ എന്ത് വച്ചാണ് നമ്മളോട് പുറമെ ഇടപെടുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം ലിസി ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അങ്കിളിന് തന്നോട് എന്ത് ഇഷ്ടമായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇഷ്ടത്തിൻ്റെ നിറം മാറിയത്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണാണെന്ന് തോന്നുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിൽ പല ചിന്തകളാണ്. അതുകൊണ്ട് അധികം അടുത്ത് ഇടപഴകാൻ പോയില്ല. അടുത്തൊരു പോലീസുകാരനുള്ളത് കൊണ്ട് സെബാസ്റ്റ്യൻ വന്ന് പ്രശ്നമുണ്ടാക്കിയാലും പേടിക്കേണ്ടതില്ലെന്ന് ആ നിമിഷം തോന്നിയിരുന്നു. ജോലിയും വീടുമൊക്കെയായി അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയി തുടങ്ങി. ഇടയ്ക്കിടെ അപ്പച്ചൻ വീട്ടിലേക്ക് വരും. മോൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുതരും. അവളെ കുറച്ചു നേരം കൊഞ്ചിപ്പിക്കും. എന്നിട്ട് തിരികെ പോകും. അധികം സംസാരമൊന്നുമില്ലെങ്കിലും ആ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യവും തന്നോടുള്ള കരുതലും തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മോളെ ഡേ കെയറിലാക്കാനായിരുന്നു തീരുമാനിച്ചത്. അതിനും കൂടി പൈസ കളയണ്ടെന്ന് പറഞ്ഞത് ശ്യാമചേച്ചിയാണ്. ശ്യാമചേച്ചിയുടെ ഒപ്പമാണ് ചേച്ചിയുടെ അമ്മ നിൽക്കുന്നത്. അവർ 2 പെൺമക്കളാണ്. ചേച്ചിയുടെ അമ്മ സന്തോഷത്തോടെ ഞാൻ വരുന്നത് വരെ മോളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണി മുതൽ 5 മണി വരെയാണ് ഡ്യൂട്ടി. 3 മണി വരെ അവർ അംഗൻവാടിയിലിരിക്കും. അവൾക്കിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴാണ് ശ്യാമചേച്ചിയുടെ അമ്മ ആ ഞെട്ടിക്കുന്ന സംഭവം പറഞ്ഞത്. അന്നുച്ചയ്ക്ക് അംഗൻവാടിയിൽ സെബാസ്റ്റ്യൻ ചെന്നിരുന്നുവെന്ന് അംഗൻവാടി ടീച്ചർ പറഞ്ഞത്രേ. മോളെ കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന്. താനില്ലാതെ മോളെ കൊടുത്തുവിടില്ലെന്ന് ടീച്ചർ കട്ടായം പറഞ്ഞപ്പോഴാണ് അവിടെ നിന്നും പോകാൻ ഇറങ്ങിയതെന്നും ആ ടീച്ചറിനെ എന്തൊക്കെയോ അസഭ്യം പറഞ്ഞുവെന്നും പറഞ്ഞപ്പോൾ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു. തൻ്റെ മോളെ അയാൾ കണ്ണുവച്ചിരിക്കുന്നു. അവളെ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും?
താനൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്തതുമാണ്. അയാൾക്ക് നോട്ടീസ് അയച്ചു. എന്നാൽ അതിൽ ഒപ്പിട്ട് തരാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. പലതവണ അക്കാര്യം പറഞ്ഞുകൊണ്ട് ആൻഡ്രൂസിനെ വിളിച്ചപ്പോൾ എന്തെങ്കിലും ചെയ്യും, തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ഇനി എന്നെ വിളിക്കേണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഒരിക്കൽ ശോശനയോടും വിളിച്ചു പറഞ്ഞിരുന്നു, ആൻഡ്രൂസിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സെബാസ്റ്റ്യൻ എന്ന കുരുക്കിൽ നിന്നും തന്നെ ഒഴിവാക്കി തരാൻ. ശോശന പറഞ്ഞുവെങ്കിലും വീണ്ടും സെബാസ്റ്റ്യനെ കാണിക്കുവാനോ സംസാരിക്കുവാനോ ആൻഡ്രൂസ് ഒരുക്കമായിരുന്നില്ല. അതോടൊപ്പം അവൾ പറഞ്ഞതിൻ്റെ ദേഷ്യവും ആൻഡ്രൂസിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഡിവോഴ്സ് കിട്ടുക എളുപ്പമല്ലെന്ന് അവൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മോളുടെ സംഭവത്തിൽ പാടെ തകർന്നു പോയിരുന്നു അവൾ. അതിനിടയിലാണ് പിറ്റേന്ന് വൈകുന്നേരം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴഞ്ഞ കാലുകളുമായി സെബാസ്റ്റ്യൻ അവിടേക്ക് വന്നത്. അവിടെ നിന്ന് തന്നെ സാറയെ അസഭ്യം പറയുകയും സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയെ ചേർത്ത് തന്നെക്കുറിച്ച് മോശം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ചൂളിപ്പോയ ഒരവസ്ഥയായിരുന്നു സാറയ്ക്ക്. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. അന്ന് കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് ചെന്നത്. വന്നപ്പോൾ ശ്യാമ ചേച്ചിയാണ് പറഞ്ഞത്, ഇനിയും ഇത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന്, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്ന്. അതോടെ അങ്ങനെ ഒരു പരാതി അത്യാവശ്യമാണെന്ന് സാറയും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. വൈകുന്നേരം സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയെന്ന് ശ്യാമ ചേച്ചിയുടെ ഭർത്താവായ അനീഷേട്ടൻ പറഞ്ഞതിനെ തുടർന്നാണ് അന്ന് വൈകിട്ട് ശ്യാമ ചേച്ചിയുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിയത്. മോളെ ശ്യാമ ചേച്ചിയുടെ അമ്മ നോക്കിക്കോളാമെന്നും പറഞ്ഞു. ഇന്നോളം പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ടില്ല. അതിൻ്റെ ഒരു ഭയം ആവോളം മുഖത്തുണ്ട്. പക്ഷെ പോകാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സെബാസ്റ്റ്യനെ ഭയന്നേ പറ്റൂ. നാളെ ചിലപ്പോൾ തനിക്ക് ജോലി ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല. അത്രത്തോളം അസഭ്യം പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജർ അയാൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന രീതിയിലാണ് സംസാരിച്ചത്. അതും എല്ലാവരുടെയും മുൻപിൽ വെച്ച്. അയാൾക്കും ഒരു കുടുംബജീവിതമുള്ളതല്ലേ. നാളെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇനി വരണ്ടെന്ന് പറയുമായിരിക്കും. ഈ ജോലി പോയാലും മറ്റൊരു ജോലി കണ്ടുപിടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെയും വന്നിയാൽ പ്രശ്നമുണ്ടാക്കിയാൽ, ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ താനും മോളും എങ്ങനെ ജീവിക്കും? ഒറ്റയ്ക്ക് ജീവിക്കാനും അയാൾ സമ്മതിക്കില്ല എന്ന അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ പരാതി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. മാത്രമല്ല ഡിവോഴ്സ് കിട്ടാനും അത് സഹായിക്കുമെന്ന് ശ്യാമ ചേച്ചി പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ എവിടെയോ തോന്നി. എങ്ങനെയെങ്കിലും അയാളുടെ ശല്യം ഒഴിവാക്കുക, തൻ്റെ ജീവിതത്തിൽ നിന്നും, അതാണിപ്പോൾ ആഗ്രഹം. അതുകൊണ്ട് ധൈര്യപൂർവ്വമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതും ശ്യാമ ചേച്ചി വേഗം തന്നെ അനീഷേട്ടനെ വിളിച്ചിരുന്നു. ആളവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആളുടെ ഫോണിൻ്റെ റിംഗ് ടോൺ കേട്ടപ്പോൾ ചേച്ചി പറഞ്ഞത് ഓർമ്മിച്ചു. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത്. അതുകൊണ്ടാണ് അത് റിംഗ് ടോൺ ആക്കി വെച്ചിരിക്കുന്നതെന്ന്. ഇടയ്ക്ക് ചേച്ചിയുടെ അമ്മയും ആളെ കളിയാക്കാറുണ്ട് ഇത് പറഞ്ഞ്. അധികം സംസാരിച്ചില്ലെങ്കിലും എപ്പോഴും ഈ റിംഗ് ടോൺ കേൾക്കുമ്പോൾ തനിക്കും ചിരി വരാറുണ്ട്. അടുത്ത നിമിഷം തന്നെ ചിന്തിക്കും, അയാൾക്ക് എത്ര ഇഷ്ടമാണ് ഭാര്യയെ, അതുകൊണ്ടല്ലേ എന്ന്. സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിക്കുന്നൊരു ഭർത്താവ് അതേതൊരു പെണ്ണിൻ്റെയും ഭാഗ്യം തന്നെയാണ്. ആ നിമിഷം എന്തുകൊണ്ടോ ആദത്തെ ഓർമ്മ വന്നു. അവനായിരുന്നുവെങ്കിൽ ഒരു ഭർത്താവിൻ്റെ റോളിൽ അവൻ എങ്ങനെയായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു പോയിരുന്നു. ഒരിക്കലും തെറ്റ് വരാൻ ഒരു ചാൻസുമില്ല. അത്രത്തോളം അവൻ എന്നും മികച്ചതായിരുന്നു. നിങ്ങളിരിക്കെ, എസ് ഐ വലിയൊരു കേസിൻ്റെ ചർച്ചയില്ല. കുറച്ചു കഴിയുമ്പോൾ വരും. പരാതിയെല്ലാം എഴുതി കൊണ്ടുവന്നിട്ടില്ലേ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനീഷിൻ്റെ ചോദ്യം എത്തി. എല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, സാറ പറഞ്ഞു. അനീഷേട്ടൻ കൂടി ഇവളുടെ കൂടെ ഒന്ന് പോണേ, ഇവൾക്ക് പേടിയാ ഒറ്റയ്ക്ക് പരാതിയൊക്കെ കൊടുക്കാൻ പോകാൻ, ശ്യാമ പറഞ്ഞു. അത് സാരമില്ല, ഞാനും കൂടി പോകാം. ഇന്നത്തോടെ ഇതിനകത്തൊരു തീരുമാനമുണ്ടാക്കാം. എസ് ഐ ആളിത്തിരി ചൂടനാണ്, അതുകൊണ്ട് അവനിട്ട് നല്ല 2 എണ്ണം കിട്ടാനുള്ള ചാൻസുമുണ്ട്, അനീഷ് പറഞ്ഞു. ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്കും എൻ്റെ മോൾക്കും സമാധാനത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ, സാറ പറഞ്ഞു. നമുക്ക് ഏതായാലും പറഞ്ഞു നോക്കാം. നീ പുറത്തോട്ട് ഇറങ്ങി നിന്നോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. കുറച്ച് രാഷ്ട്രീയക്കാരൊക്കെ അകത്ത് വന്നിരിപ്പുണ്ട്. എല്ലാവരും കൂടി ഇവിടെ തിങ്ങിക്കൂടി നിൽക്കുന്നത് കണ്ടാൽ അത് പിന്നെ വലിയ പ്രശ്നമാകും, അനീഷ് ശ്യാമയോട് പറഞ്ഞു. ശ്യാമ സാറയുടെ മുഖത്തേക്ക് നോക്കി താൻ പുറത്ത് കാണുമെന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷം പുറത്തേക്കിറങ്ങി.
അവളിൽ വല്ലാത്തൊരു വിറയൽ നിറഞ്ഞു നിന്നിരുന്നു. കുറച്ചു സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എസ്ഐയുടെ മുറിയിൽ നിന്നും കുറച്ച് രാഷ്ട്രീയക്കാരും മറ്റു പലരും ഇറങ്ങിപ്പോകുന്നത് കണ്ടിരുന്നു. അതോടെ ഇപ്പോൾ തന്നെ വിളിക്കുമെന്ന് സാറയ്ക്ക് ഉറപ്പായി. അവൾക്കൊരു വലിയ ഭയം വരാൻ തുടങ്ങി. "വാ കൊച്ചേ," അനീഷ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു. അവന് പിറകെ നടക്കുമ്പോൾ ശ്വാസമൊന്ന് വലിച്ചു വിട്ടിരുന്നു അവൾ. "സാറേ," അകത്തേക്ക് നോക്കിക്കൊണ്ട് അനീഷ് വിളിച്ചു. കയറി വരാൻ പുറം തിരിഞ്ഞ് ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ആൾ ആംഗ്യം കാണിച്ചു. ഉടനെ തന്നെ അവളും അകത്തേക്ക് കയറി, ഒപ്പം അനീഷും. "സാറേ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, വൈഫിൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ആ കുട്ടി പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്." അനീഷ് അത് പറഞ്ഞ നിമിഷം പെട്ടെന്ന് റിവോൾവിംഗ് ചെയറിൽ നിന്നും ഒന്ന് തിരിഞ്ഞിരുന്നു ആള്. "പരാതി എവിടെ?" ഫയലിൽ നോക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിച്ച നിമിഷം അവളുടെ കർണപുടങ്ങളൊന്ന് ജാഗരൂകമായി. ഇതിനു മുൻപ് എവിടെയോ കേട്ടിട്ടുള്ള ശബ്ദം അല്ല, അത്രമേൽ പ്രിയപ്പെട്ട ഒരു ശബ്ദം. അവൾ വേഗം മുഖമുയർത്തി നോക്കി. ഫയലിൽ എന്തോ നോക്കിക്കൊണ്ട് കുനിഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ തവണയേ നോക്കിയുള്ളൂ സാറ. നെഞ്ചാകെ വല്ലാത്തൊരു പഞ്ചാരിമേളം കൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. ആദ്യമായി അവൻ അരികിൽ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം എത്രത്തോളം ശക്തിയിലാണോ നെഞ്ചുമിടിച്ചത്, അതിലും വേഗതയിൽ. ഇപ്പോൾ താൻ മരിച്ചു പോകുമെന്ന് പോലും സാറയ്ക്ക് തോന്നിയിരുന്നു. അതെ, അവൻ തന്നെ, ആദം അലക്സാണ്ടർ. പെട്ടെന്ന് അവൻ അരികിലിരുന്ന നെയിം ബോർഡിലേക്ക് അവൾ ഒന്ന് നോക്കി. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആദം അലക്സാണ്ടർ. അവൻ മുഖമുയർത്തി നോക്കിയതും കൃത്യമായി അനീഷിൻ്റെ ഫോൺ ബെല്ലടിച്ചതും ഒരേ നിമിഷമായിരുന്നു. ആ ഗാനത്തിൻ്റെ ഈരടിക്കൊപ്പം അവളുടെ മുഖം കണ്ട നിമിഷം അവൻ്റെ സർവ്വനാഡീ ഞരമ്പുകളും നിശ്ചലമായി നിന്നുപോയി. അറിയാതെ കസേരയിൽ നിന്നും അവൻ എഴുന്നേറ്റ് പോയി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസം വായന നിർത്തി പോയവരൊക്കെ ഇതോടെ തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.